ഹലോ നമസ്കാരം, ക്യൂടെക്സ് ഓൺ എയറിലേക്ക് സ്വാഗതം. ഞാൻ ബിനീഷ് ബാലൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ച് യു എയിൽ തന്നെ ആരും അങ്ങനെ പോയിട്ടുള്ളതൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ദുബായ് സിറ്റിയുടെ അകത്തുള്ള ആ കനാലൊക്കെ അറിയാമല്ലോ, മിക്കവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ദുബായ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അക്കരെ ബർ ദുബായ്, ഇപ്പറേ ദൈറ ദുബായ്. അപ്പോൾ അവിടെയുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ദുബായിക്ക് പോയിട്ടുണ്ട്. ഞാനുണ്ട്, സുമേഷുണ്ട്, ജസ്റ്റിനുണ്ട്, പിന്നെ നിറയെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഉണ്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് നമുക്ക് പറയുക. ഞങ്ങൾ വീണ്ടും ജോമോൻ്റെ കൂടെ ദുബായിൽ അടുത്തൊരു കറക്കൊണ്ട് ചെറുതാണ്. ഈ കറക്കത്തിൻ്റെ വീഡിയോ എല്ലാം പുറകിട്ട്. ഓക്കെ, ഞാനും സുമേഷും കൂടെ അങ്ങനെ ദുബായിയുടെ വീതികളിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യാം. നമ്മുടെ കൂടെ ജോമോൻ്റെ കാറിലാണ് യാത്ര ചെയ്യണത്. കൂടെ ജസ്റ്റിൻഭായി. നമസ്കാരം. ദുബായിയുടെ ഞങ്ങൾ കാണാത്ത വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോകണല്ലേ. നമ്മൾ പോകുന്ന സ്ഥലം ഏതായിരുന്നു ചേട്ടാ? ദുബായിയുടെ പഴയ ഓൾഡ്. നല്ലൊരു രസമാണ്. വൈകുന്നേരം വന്നുകൊണ്ടിരിക്കാനും ചായ കുടിക്കാനും നടക്കാനൊക്കെ നല്ല മൂടാണ്. അതുപോലെ ക്രീക്കിൻ്റെ സൈഡിലാണ് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ബർദുബായിലാണ്. ഇവിടെ നോക്കിയാൽ കാണുന്നതാണ് ഞങ്ങളൊരു ചായ കുടിക്കാനുള്ള തീരുമാനത്തിലാണ്. നല്ല ഭയങ്കര വൈബാണ്, ഒരു രക്ഷയില്ല.
ദുബായിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ കടലിൻ്റെ നടുക്കൊണ്ട് ഇറക്കി വിടാൻ വന്നേക്കണം ഗഫൂർ ഖദോസാണ് പുള്ളി. അപ്പോൾ ഈ ഇറക്കി വിടാൻ അവിടെ കൊണ്ട് കടലിൻ്റെ നടുക്കൊണ്ട് 2 പേര് ഇറക്കി വിടും. ഈ 2 പേര് നമ്മൾ ഇറക്കി വിടാൻ പോണത്. അപ്പോൾ അവരവിടെ നിന്ന് ചാടി നീന്തി രക്ഷപ്പെടണം. അപ്പോൾ അവിടെ ചെന്ന് പറയേണ്ടത് എന്തൊക്കെയാണ്? ചെന്നിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അത് തീരത്തോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല, കുറച്ച് മാറ്റി നിർത്തി. അപ്പോൾ നീന്താൻ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതിൽ കരയിൽ കയറി ചെല്ലും. ആരെ കണ്ട അറബി ഡ്രസ് ഇട്ട ഒരാളെ കാണിച്ചില്ല. ആരെ കണ്ടാലും ഉണ്ടല്ലോ, കണ്ടു കഴിയുമ്പോഴത്തേക്ക് വേറെ ഒന്നും പറയണ്ട, അസ്സലാമു അലൈക്കും. എന്താണ്? അസ്സലാമു അലൈക്കും അങ്ങനെ പറയാം. ഇനി അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ വാ ഉലൈക്കും അസ്സലാം. അസ്സലാം. കാണിക്കട്ടെ.